തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചെന്നാരോപിച്ച് മാർച്ച് നടത്തി. SDPIയുടെ നേതൃത്വത്തിൽ കൊല്ലം താലൂക്ക് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. തദ്ദേശ വിഹിതം നൽകാതെ പ്രാദേശിക വികസനം മുടക്കുന്ന UDF സർക്കാർ നയങ്ങൾക്കെതിരെ SDPI തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പദ്ധതി വിഹിതങ്ങൾ UDF സർക്കാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് SDPI തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത് ജനവഞ്ചനയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതം സർക്കാർ വെട്ടിക്കുറച്ചെന്നാരോപിച്ച് SDPIയുടെ നേതൃത്വത്തിൽ കൊല്ലം താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ലഭിച്ച ഈ ഗവൺമെന്റ് തുടർന്നു വരുന്നത് എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമ്മുടെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒരു 3 ടയർ സിസ്റ്റമാണ്. 980-ലധികം വരുന്ന നമ്മുടെ ഗ്രാമസഭാ വാർഡുകൾ, പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഇങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും കരുത്തുറ്റ അടിസ്ഥാന ഘടകങ്ങളാണെന്ന് നമ്മൾക്കറിയാം. ജനങ്ങളെ വികസനവുമായി ബന്ധിപ്പിക്കുന്ന, സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ തൊട്ടറിയുന്ന, നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഇത്തരം ജനകീയ സംരംഭങ്ങൾ ക്രമാനുഗതമായി ശക്തിപ്പെടുത്തുന്നതിന് പകരം അതിനെ ദുർബലപ്പെടുത്തുന്ന ഏറ്റവും ദയനീയമായ, ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 153 കോടി രൂപയുടെ ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച നടപടി ജനവഞ്ചനയും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. KK ഷെരീഫ്, Y നിസാർ, ജില്ലാ സെക്രട്ടറി നജിമുദ്ദീൻ അഞ്ചുമുക്ക്, V ഷാഹുൽ ഹമീദ്, റഹീം പത്തായക്കല്ല്, ഷമീർ വലിയ വീടൻ, ഹാരിസ് ഇരവിപുരം തുടങ്ങിയവർ സംസാരിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.